ഈ കൂട്ടബലാത്സംഗ കേസിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുത്താൽ മതി എന്ന് കോടതിക്ക് തോന്നാൻ ഇടയായ നിയമപരമായ കാരണം എന്തായിരിക്കും? അതിനെപ്പറ്റി നമുക്കിപ്പോൾ കൃത്യമായ ഒരു മറുപടി അതിലിപ്പോൾ പറയാൻ നമുക്ക് കഴിയില്ല. കാര്യം ജഡ്ജ്മെൻറ്റ് കാണേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ തന്നെ 8ാം പ്രതിയെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളത് അത് നമുക്ക് ഇപ്പോഴും അത് വ്യക്തമല്ല. ജഡ്ജ്മെൻറ്റ് അറിയാതെ എന്തുകൊണ്ട് ഇതിൽ 8ാം പ്രതി ഒഴിവാക്കി എന്നുള്ളത്. അതേപോലെ തന്നെ ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികളിൽ അപ്പോൾ ഇന്ന് കോടതി പറഞ്ഞതായിട്ട് ഞാൻ ചാനലുകൾ പലതിലും കണ്ടൊരു സംഗതി, 2 മുതൽ 6 വരെയുള്ള പ്രതികൾ ഈ ഫസ്റ്റ് ഒഫൻഡേഴ്സാണ്. അവരുടെ പ്രായം ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ആ മിനിമം ശിക്ഷയിലൊക്കെ പോയി എന്നുള്ളതാണ്. പക്ഷേ ഈ ഇതിലെ 1ാം പ്രതിയായ ഇതിലെ മെയിൻ അക്യൂസ്ഡ്, അത് റേപ്പ്, ഈ അതിജീവിതക്കെതിരെ നടത്തിയ ആൾ, ഇതിൽ ഈ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വീഡിയോ പിടിക്കലും ഇതൊക്കെ ചെയ്തിരിക്കുന്ന പ്രധാന പ്രതി. അപ്പോൾ അയാളെ അവർക്കൊപ്പം അതേ ശിക്ഷ തന്നെ കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് ഇനി ജഡ്ജ്മെൻറ്റ് കണ്ടെങ്കിലേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അതിൽ വേറൊരു ചെറിയൊരു സംഗതി കൂടെ ഇതിൽ കണ്ടത്, പ്രതികൾക്കെല്ലാം 50,000 രൂപ വീതം പിഴ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇതിൽ 6 പ്രതികളാണ്. അപ്പോൾ 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് ഒരു നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാനെന്നുള്ള രീതിയിൽ കണ്ടു. അപ്പോൾ ഈ 6 പ്രതികളിൽ നിന്ന് 3 ലക്ഷം വരുമ്പോൾ അത് എങ്ങനെ 5 ലക്ഷത്തിലെത്തും എന്നുള്ളത് അതിനെപ്പറ്റി അറിയില്ല. ഇനി ബാക്കി പണം അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണോ എന്താ ഒന്നും അറിയത്തില്ല. അത് നമുക്കത് ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായും കാണാതെ ഇതിൽ ഒന്നും പറയാൻ സാധിക്കത്തില്ല. അത് അവർ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പിന്നെ ഈ ശിക്ഷ എന്തുകൊണ്ടാണ് ഈ 20 വർഷത്തിൽ നിൽക്കുന്നതെന്നുള്ളതിനെപ്പറ്റി അത് വ്യക്തതയില്ല. അവർ ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒരു അറിവുകൾ മാത്രമേ ഉള്ളൂ. ജഡ്ജ്മെൻറ്റ് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഇതിൽ ഈ കൂട്ടബലാത്സംഗ കേസുകളിൽ പരമാവധി ശിക്ഷ ജീവപര്യന്തം വരെ കൊണ്ടുപോകാനുള്ള ആ ഒരു സാധ്യത ഉള്ളതാണ്. ഇത് പ്രത്യേകിച്ച് ഇത്രയും സെൻസേഷണലായ ഒരു കേസിനകത്ത് അതെന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെപ്പറ്റി ഇപ്പോഴും നമുക്ക് അതൊരു പുകമറയല്ലാതെ വേറൊന്നുമില്ല. ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായിട്ടും കാണാതെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതിലെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും അത് അപ്പീൽ പോകുമെന്ന് പറയുന്നുണ്ട്. അത് എന്ത് കാരണത്താലാണ് അപ്പീൽ പോകുന്നതെന്നുള്ളതും ബാക്കി കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വ്യക്തത വരാതെ ഇതിൽ അപ്പീൽ പോകാനുള്ള കാരണമായിട്ട് അഡ്വക്കേറ്റ് അജുകുമാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കൂട്ടബലാത്സംഗ കേസിൽ നിയമം നിഷ്കർഷിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇത്തരം ഒരു കേസിൽ കോടതി നൽകിയിട്ടുള്ളത് എന്നുകൊണ്ടാണ്. അതെ, അത് ഈ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്തുകൊണ്ട് നൽകി എന്നുള്ളത് അത് ആ ജഡ്ജ്മെൻറ്റിൽ അതിനൊരു പരാമർശം ഉണ്ടാവും. ഇപ്പോൾ ഓരോ പ്രതികൾക്കെതിരെ ഇപ്പോൾ ഒരു അക്യൂറ്റൽ വന്നാൽ ഇപ്പോൾ ഇതിൽ 8ാം പ്രതിയോ അല്ലെങ്കിൽ 7, 8, 9, 10 പ്രതികളെ എന്തുകൊണ്ട് വിട്ടയച്ചു എന്നുള്ളതിന് അതിനുള്ളൊരു കാരണം കോടതി പറഞ്ഞിട്ടുണ്ടാവും.